കർക്കിടക മാസത്തിന് ഹിന്ദുമത വിശ്വാസങ്ങളിൽ പ്രത്യേകിച്ച് കേരളീയർക്ക് ഏറെ പ്രാധാന്യമുണ്ട്. ഈ മാസത്തെ രാമായണ മാസം എന്ന് വിശേഷിപ്പിക്കുന്നതിന് പിന്നിൽ പല കാരണങ്ങളുമുണ്ട്. രാമായണ മാസത്തിലെ പ്രത്യേകത എന്തൊക്കെ നോക്കാം. ദുരിത നിവാരണം. കർക്കിടക മാസത്തെ പണ്ടുകാലത്ത് പഞ്ഞമാസം എന്നാണ് വിളിച്ചിരുന്നത്. കനത്ത മഴയും രോഗങ്ങളും കാർഷിക വരുമാനമില്ലായ്മയെല്ലാം ഈ മാസത്തെ ദുരിതപൂർണ്ണമാക്കിയിരുന്നു. ഈ ദുരിതങ്ങളെയും കഷ്ടപ്പാടുകളെയും അതിജീവിക്കാൻ മാനസികമായ കരുത്തു നേടാൻ രാമായണ പാരായണം സഹായിക്കുന്നു എന്നാണ് വിശ്വാസം. രാമായണ പാരായണത്തിലൂടെ വീട്ടിൽ ഐശ്വര്യവും സമാധാനവും ഉണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ആത്മീയമായ ഉണർവ് നമുക്ക് ഈ മാസത്തിൽ കിട്ടും. കർക്കിടകത്തിൽ ദിവസവും രാമായണം വായിക്കുന്നത് ആത്മീയമായ ഉണർവ് നൽകുന്നു. ശ്രീരാമന്റെ ധർമ്മനിഷ്ഠയും സീതയുടെ ത്യാഗവും ഹനുമാന്റെ ഭക്തിയുമെല്ലാം ജീവിതത്തിൽ നല്ല മാതൃകകൾ പകർന്നു നൽകുന്നു. മനസ്സിനെ ശുദ്ധീകരിക്കുന്നതിനും ഈശ്വര ചിന്ത വർദ്ധിപ്പിക്കുന്നതിനും രാമായണ പാരായണം ഉത്തമമാണ്. അതുപോലെ തന്നെയാണ് ഗണപതി ഹോമം, ഭഗവതി സേവ. ഭവനങ്ങളിൽ ഗണപതി ഹോമവും ഭഗവതി സേവയും നടത്തുന്നത് ഐശ്വര്യം കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. വീട്ടിൽ സൗകര്യമില്ലാത്തവർക്ക് അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ഇത് നടത്താവുന്നതാണ്. രാമായണ മാസത്തിൽ ദശപുഷ്പങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുന്നതും സ്ത്രീകൾ മുടിയിൽ ചൂടുന്നതും ഐശ്വര്യമുള്ള കാര്യമാണ്. ഓരോ പുഷ്പവും ഓരോ ദേവതയെ പ്രതിനിധീകരിക്കുന്നു എന്നാണ് വിശ്വാസം. അഷ്ടമംഗല്യം. വീടിന്റെ പൂജാമുറിയിൽ അഷ്ടമംഗല്യം വെക്കുന്നതും ഭഗവതിയെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നതിന് തുല്യമാണ്. വീട്ടിൽ തുളസിച്ചെടി ഉണ്ടെങ്കിൽ അതിനെ നല്ലതുപോലെ പരിപാലിക്കുക. വാടിയതോ ഉണങ്ങിയതോ ആയ ഭാഗങ്ങൾ നീക്കം ചെയ്യുന്നത് ദാരിദ്ര്യം ഒഴിവാക്കാൻ സഹായിക്കുമെന്നാണ് വിശ്വാസം. സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുക. തുളസി, വാഴ, കവുങ്ങ്, മുല്ല, നെല്ലി, കൂവളം, മഞ്ഞൾ തുടങ്ങിയ സസ്യങ്ങൾ വീടിന് ചുറ്റും നടുന്നത് ഐശ്വര്യമാണ്. വീടിന്റെ വടക്ക് ഭാഗത്ത് മഹാലക്ഷ്മി സങ്കല്പത്തിൽ 2 നെല്ലി നടുന്നത് നല്ലതാണ്. വീടിന്റെ തെക്കുകിഴക്കേ മൂലയിൽ മുള നട്ടുപരിപാലിക്കുന്നത് ശുഭകരമായിട്ടുള്ള കാര്യമാണ്. കൂവളം. വീടിന്റെ തെക്ക് ഭാഗത്തോ പടിഞ്ഞാറ് ഭാഗത്തോ നടുന്നത് ശിവപാർവതിമാർക്ക് പ്രിയപ്പെട്ടതെന്ന് വിശ്വസിക്കുന്നു. പടിഞ്ഞാറ് ഭാഗത്ത് മഞ്ഞൾ നടുന്നത് വാസ്തുദോഷങ്ങൾ കുറയ്ക്കുമെന്നാണ് വിശ്വാസം. വാസ്തുപരമായ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ പണവും ആഭരണങ്ങളും സൂക്ഷിക്കുന്ന സെൽഫുകളും അലമാരകളും വീടിന്റെ വടക്ക് അല്ലെങ്കിൽ കിഴക്ക് ദിശയെ അഭിമുഖീകരിക്കുന്ന രീതിയിൽ സ്ഥാപിക്കുക. വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗം എപ്പോഴും തുറന്നും ശബ്ദകോലാഹലങ്ങൾ ഒഴിവാക്കിയും സൂക്ഷിക്കുക. പൂർണ്ണമായും അടച്ചു വെക്കാത്തതും വെള്ളം ഇറ്റിറ്റ് വീഴുന്നതുമായ പൈപ്പുകൾ വീട്ടിലെ സമ്പത്തിൽ ചോർച്ചയുണ്ടാക്കും. അവ നന്നാക്കുക. രാമായണ പാരായണം കേൾക്കുന്നത് വീട്ടിൽ പോസിറ്റീവ് ഊർജ്ജം നിറയ്ക്കുമെന്നും കലഹങ്ങൾ ഒഴിവാക്കി സമാധാനം നിലനിർത്താൻ സഹായിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. രാമായണത്തിലെ കഥകളും ഉപദേശങ്ങളും കുടുംബ ബന്ധങ്ങൾ ദൃഢമാക്കാനും നന്മ നിറഞ്ഞ ജീവിതം നയിക്കാനും പ്രചോദനം നൽകുന്നു. കർക്കിടക മാസം എന്നത് കേവലം ഒരു മഴക്കാലം മാത്രമല്ല, നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ശുദ്ധീകരിച്ച് ഐശ്വര്യവും സമാധാനം നിറഞ്ഞ ഒരു നല്ല നാളേക്ക് നന്മ ഒരുക്കുന്ന പുണ്യമാസം കൂടിയാണ്. ഈ കർക്കിടകത്തിലെ രാമായണ പാരായണത്തിലൂടെയും ആയുർവേദ ചിട്ടകളിലൂടെയും വീടിന്റെ ശുദ്ധീകരണത്തിലൂടെയും നമുക്ക് നല്ലൊരു ജീവിതം നയിക്കാൻ സാധിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ സ്നേഹവും ഐശ്വര്യം സമാധാനം എന്നും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കർക്കിടക മാസം നിങ്ങൾക്കേവർക്കും സന്തോഷവും ആരോഗ്യം നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടി ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.